ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നോമ്പുതുറ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിൽ മുട്ടയൊക്കെ വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. വരൂ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 5 സവാള ഞാൻ നൈസായിട്ട് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ലെയറൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുത്താൽ മതി കേട്ടോ, ലെയറൊക്കെ ഇളകി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി മൊത്തവും ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമാവും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഞെരടി ചേർക്കുക. ആ ഉള്ളിയുടെ നീര് കൊണ്ട് നമുക്ക് ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണം. ആദ്യം നമുക്ക് വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ. ആദ്യം ഇതുപോലെ നന്നായിട്ട് ഞെരടി എടുത്തതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് പിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, ഞെരടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ കയ്യിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞിട്ട് അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 4 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് 3ഓ 4ഓ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചില മുട്ട 3ആയിട്ടും ചില മുട്ട 4ആയിട്ടും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2 പീസൊക്കെ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട മൊത്തവും ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെയാണ് വട്ടത്തിന് കട്ട് ചെയ്തെടുത്തത്. 3ഉം 4ഉം ആയിട്ടൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി നമുക്ക് എടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈവെള്ളയിൽ വെച്ചിട്ട് മധ്യഭാഗത്തായിട്ട് ഇതുപോലെ കുഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഓരോ പീസോ അല്ലെങ്കിൽ 2 പീസോ വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് പോർഷൻ ഇതുപോലെ ഉള്ളിയുടെ പോർഷൻ എടുത്തിട്ട് മീതെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. മുട്ട ഒട്ടുമേ കാണാത്ത രീതിയിൽ നന്നായിട്ട് ഉള്ളി വെച്ച് നന്നായിട്ടൊന്ന് മൂടി ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു 3 എണ്ണമൊക്കെ വെച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവൂ കേട്ടോ. അപ്പം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് ഇടവിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ പലഹാരം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ചരിച്ച് പിടിക്കുക കേട്ടോ. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാർന്നു പോകാനാണ്. ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. മീതിയപ്പുറം ഉള്ള എണ്ണ അങ്ങ് വാർന്നു പോകും ഇതുപോലെ പിടിച്ചാൽ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇഫ്താർ സമയത്ത് നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പുതുപുത്തൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എണ്ണ ഒട്ടുമേ കുടിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊന്നെടുത്ത് പുലർന്ന് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഓവൽ ഷേപ്പിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തത്. റൗണ്ട് ഷേപ്പിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഒന്ന് കട്ട് ചെയ്തത് കണ്ടില്ലേ? അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു ഇഫ്താർ റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.